പ്രിയമുള്ളവരെ, GK സെഷൻ എന്ന ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ നോളജ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ എല്ലാവർക്കും വലിയ ക്ലാസ്സൊന്നും ഇരുന്ന് കാണുവാൻ സമയമുണ്ടാവുകയില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളുടെ കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മത്സര പരീക്ഷകൾ നേരിടുന്നവർക്ക് ഇത് പ്രയോജനപ്പെടാം. പിന്നെ അതുപോലെ ജനറൽ നോളജ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, അറിവ് വർദ്ധിപ്പിക്കാനായി. അതുപോലെ ക്വിസുകളിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ക്വിസുകൾ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അത്തരക്കാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു സെഷൻ ചെറിയ രൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്ത് പോകാം എന്നാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കറണ്ട് അഫെയർ ആയിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് മന്ത്രിമാർ അതൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ വകുപ്പ് മാറുകയോ ഗവർണർമാർ മാറുകയോ ചെയ്താൽ പിന്നെ അത് കാണുന്നവരിന് ശേഷം കാണുന്നവർ പിന്നെ ഇൻഫർമേഷൻ ആയിരിക്കും അവർക്ക് അതിലൂടെ ലഭിക്കും. അത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. അത് പത്രവായനയിലൂടെയും പിന്നെ വാർത്തകൾ കേൾക്കുന്നതിലൂടെയും പിന്നെ വായിച്ച് കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടതാണ്. അതായിരിക്കും നന്നാവുക. ഈ മത്സര പരീക്ഷകൾ പ്രയോജനപ്പെടുത്തുന്നവർ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന പത്രവായനയാണ്. അവരുടെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ആകാശവാണി വാർത്തകൾ സ്ഥിരം കേൾക്കുന്നത് ഗുണം ചെയ്യും. കാരണം അത് നമുക്ക് വലിയ സമയം നഷ്ടപ്പെടില്ല. 5-10 മിനിറ്റൊക്കെയാണ് വാർത്ത ഉണ്ടാവുക. അതുപോലെ പിന്നെ അതിൻ്റെ അതേ ഇംഗ്ലീഷ് ന്യൂസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ പ്രയോജനം ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ അതിങ്ങനെ ആകാശവാണി വാർത്തയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ഒരു ചിത്രം ലഭിക്കില്ല. ഇന്നത്തെ പിന്നെ പ്രത്യേകിച്ച് രാജ്യത്തെയും ലോകത്തിലെ അവസ്ഥകളെക്കുറിച്ച് പൂർണ്ണമായ ഒരു അറിവ് നമുക്ക് ലഭിക്കില്ല. കാരണം അതുകൊണ്ട് തന്നെ മറ്റു സംവിധാനങ്ങൾ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ മത്സര പരീക്ഷകൾ നേരിടുന്നവർക്ക് അത് പ്രയോജനം ചെയ്യും. കാരണം നമ്മളത് സ്ഥിരം വാർത്ത കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന വകുപ്പ് മന്ത്രി ആരാണ്, ഇന്ന വകുപ്പിൻ്റെ സെക്രട്ടറി ആരാണ്, ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്, ചീഫ് സെക്രട്ടറി ആരാണ്, ഇങ്ങനെ ഗവർണർമാർ ആരാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ സ്ഥിരം വാർത്ത ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്പെടും. അതുകൊണ്ട് ആകാശവാണി വാർത്തകൾ അങ്ങനെ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയോജനം ചെയ്യും. വ്യക്തിപരമായി തന്നെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് ഒരു പിന്നെ കോഴിക്കോട് കുണ്ടായിത്തോട് സെൻറ്റർ കാഴ്ച പരിമിതിയുള്ളവർക്കായിട്ടുള്ളൊരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പബ്ലിക് റേഡിയോ ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയില്ലാത്തവർ ഏറ്റവും ആശ്രയിക്കുന്നത് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു മീഡിയയാണ് ആകാശവാണി എന്നുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ രാവിലെ ഇംഗ്ലീഷ് ന്യൂസ് ഉണ്ടാകും 6:05-ന്, അതുപോലെ 6:45-ന്, 6:45-ന് പ്രാദേശിക വാർത്ത ഉണ്ടാകും, 7:25-ന് ദേശീയ വാർത്തകളും അന്തർദേശീയ വാർത്തകളും ഉൾപ്പെടുത്തിയുള്ള സെഷൻ ഉണ്ടാകും. പിന്നെ 8:15-ന് ഇംഗ്ലീഷ് വാർത്ത. അതുപോലെ ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് 12:30 മുതൽ 1:30 വരെ. അപ്പോൾ 12:30-ക്ക് പ്രാദേശിക വാർത്ത, 12:50-ന് നാഷണൽ ന്യൂസ്. അപ്പോൾ അതിനിടയിൽ നല്ലൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം ഉണ്ടാകും. അതുപോലെ വൈകുന്നേരമുള്ള ന്യൂസുകൾ. അങ്ങനെ എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കത് ചിലപ്പോൾ ക്വിസിലൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ ഇത് മനസ്സിൽ ബൈ ഹാർട്ടായിട്ടാണ് കേട്ട് നമ്മൾ പബ്ലിക് റേഡിയോ ഇങ്ങനെ വോളിയത്തിലവിടെ പ്ലേ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ കുളിക്കുമ്പോൾ റൂമിൽ ഡോറ് തുറന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ നമുക്കിത് ഇങ്ങനെ കേൾക്കാം. ആ രീതിയിലാണ് അതിൻ്റെ സംവിധാനം ഉള്ളത്. അതുകൊണ്ട് അത് നമുക്ക് വലിയ പ്രയോജനപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ആകാശവാണി ശരിക്ക് ഒരു സർവകലാശാല തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും നമുക്ക് അതിലൂടെ ലഭിക്കും. ഉണ്ടായി കഴിഞ്ഞാലും എല്ലാം ലഭിക്കും. കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ ഇങ്ങനെയുള്ള ചാനലുകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ AR ന്യൂസ് ഓൺ AR എന്നുള്ള ആപ്പുണ്ട്. അതിലൂടെ നമുക്ക് കേൾക്കാം, റേഡിയോയിലൂടെ കേൾക്കാം. കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓൺ ചെയ്ത് വെച്ചാൽ തന്നെ എല്ലാം കേൾക്കാം. ഒരുപാട് സമയം നഷ്ടപ്പെടാതെ ചെറിയ സമയം കൊണ്ട് കൂടുതൽ അറിവ് ലഭിക്കുന്ന ഒരു സംവിധാനമാണിത്. അത്തരത്തിലൊക്കെ പ്രയോജനപ്പെടുന്നത് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കാൻ കാരണം. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ചുരുക്കി പറയാനുള്ളത്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.